ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് കേരള PSC പരീക്ഷ എഴുതുന്നവർക്കായി ഉള്ള നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ: ഐഡന്റിറ്റി, അഡ്മിഷൻ ടിക്കറ്റ് എന്നിവ പരിശോധിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് പരീക്ഷാ കേന്ദ്രത്തിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇരിപ്പിടത്തിൽ ഹാജരാകേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡും അതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ശരിപ്പകർപ്പും ഹാജരാക്കേണ്ടതാണ്. വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, സാമൂഹ്യ ക്ഷേമ വകുപ്പ് വികലാംഗർക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, ദേശസാൽകൃത ബാങ്ക് നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പാൻ കാർഡ്, സർക്കാർ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് എന്നിവ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കുന്നതാണ്. തിരിച്ചറിയൽ രേഖയും പകർപ്പും ഹാജരാക്കാത്ത ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ഡയറി തുടങ്ങിയ യാതൊരുവിധ ഇലക്ട്രോണിക്സ് വാർത്താവിനിമയ ഉപകരണങ്ങളും പരീക്ഷാ കാമ്പസിൽ കൊണ്ടുവരാൻ പാടില്ല. ഉദ്യോഗാർത്ഥിയുടെ പേര്, മേൽവിലാസം, രജിസ്റ്റർ നമ്പർ മുതലായ വിവരങ്ങൾ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നിശ്ചിത സ്ഥലത്ത് എഴുതേണ്ടതും 6 മാസത്തിനകം എടുത്തതും താഴെ പറയുന്ന രീതിയിലുള്ളതുമായ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിക്കേണ്ടതുമാണ്. ഫോട്ടോ ഇളം നിറത്തിലുള്ള പശ്ചാത്തലത്തോടു കൂടിയതും മുഖം പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കേണ്ടതും തോൾഭാഗവും കണ്ണുകളും വ്യക്തമായി കാണത്തക്ക വിധത്തിലുള്ളതും 4.5 x 3.5 സെന്റിമീറ്റർ അളവിലുള്ളതുമായിരിക്കണം. പാസ്പോർട്ട് സൈസിൽ അല്ലാത്തതും മുഖം വ്യക്തമല്ലാത്തതും മുഖത്തിന്റെ ഒരു വശം മാത്രം കാണത്തക്ക വിധത്തിലുമുള്ള ഫോട്ടോകൾ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ പതിക്കുവാൻ പാടുള്ളതല്ല. നിശ്ചിത അളവിലും മാതൃകയിലുമല്ലാത്ത ഫോട്ടോ പതിച്ച ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോയിലും പേപ്പറിലും പതിയത്തക്ക വിധം സാക്ഷ്യപത്രത്തിന് താഴെയും ഉദ്യോഗാർത്ഥി അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. കൂടാതെ പരീക്ഷാ ഹാളിൽ നൽകുന്ന അഡ്രസ് ലിസ്റ്റിൽ തന്റെ പേരിനു നേരെയും ഉദ്യോഗാർത്ഥി ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ OMR ഉത്തരക്കടലാസിന്റെ A പാർട്ടിൽ രജിസ്റ്റർ നമ്പർ, ജനന തീയതി എന്നിവ നിശ്ചിത സ്ഥലത്ത് എഴുതുകയും ബന്ധപ്പെട്ട കുമിളകൾ കറുപ്പിക്കുകയും വേണം. പരീക്ഷയുടെ പേര്, പരീക്ഷാ തീയതി എന്നിവയും ഇതിനായി അനുവദിച്ച സ്ഥലത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. B പാർട്ടിൽ ചോദ്യപുസ്തക അക്ഷരക്കോഡിന്റെ കുമിള കറുപ്പിക്കുകയും ചെയ്യണം. തന്നിരിക്കുന്ന ചോദ്യപുസ്തക അക്ഷരക്കോഡ് തന്നെയാണ് ഉത്തരക്കടലാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് B പാർട്ടിലാണ്. ഓരോ ചോദ്യത്തിന്റെയും ശരി ഉത്തരത്തിനുള്ള കുമിള മാത്രം പൂർണ്ണമായി കറുപ്പിക്കുക. ഉത്തരക്കടലാസിൽ മറ്റെവിടെയും യാതൊന്നും രേഖപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അച്ചടിയിലെയോ നിർമ്മാണത്തിലെയോ പിശകു മൂലമല്ലാതെ വേറെ യാതൊരു കാരണവശാലും OMR ഉത്തരക്കടലാസ് ചോദ്യപുസ്തകം മാറ്റി നൽകുന്നതല്ല. ഉത്തരക്കടലാസിൽ കുമിളകൾ അടയാളപ്പെടുത്തുവാൻ നീല, കറുപ്പ് മഷിയുള്ള ബോൾ പോയിന്റ് പേന മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയെയും പരീക്ഷാ ഹാളിൽ കടക്കുന്നതിന് അനുവദിക്കുന്നതല്ല. പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ പരീക്ഷ തീരുന്നതുവരെ ഒരു ഉദ്യോഗാർത്ഥിയെയും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല. പരീക്ഷ കഴിഞ്ഞതിനു ശേഷം ഉത്തരക്കടലാസിന്റെ പാർട്ട് Aയും പാർട്ട് Bയും നിശ്ചിത ഭാഗത്തുകൂടി കീറി 2 ഭാഗങ്ങളും അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചതിനു ശേഷം മാത്രമേ പരീക്ഷാ ഹാൾ വിട്ട് പുറത്തു പോകുവാൻ പാടുള്ളൂ. പരീക്ഷ കഴിയുന്നതിന് മുൻപായി യാതൊരു കാരണവശാലും AB പാർട്ടുകൾ വേർതിരിക്കുവാൻ പാടില്ല. പരീക്ഷാ ജോലിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഹാളിൽ അപമര്യാദയായി പെരുമാറുകയോ പരീക്ഷയിൽ അനാശാസ്യ മാർഗങ്ങൾ അവലംബിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്താക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ഉത്തരക്കടലാസുകൾ അസാധുവാക്കുന്നതും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. യാത്രാപ്പടിക്ക് അർഹതയുള്ളവർ
അന്നു തന്നെ ചീഫ് സൂപ്രണ്ടിന്റെ പക്കൽ നിന്നും അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. യാതൊരു കാരണവശാലും പരീക്ഷാ കേന്ദ്രത്തിന് മാറ്റം അനുവദിക്കുന്നതല്ല. അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടില്ലാത്തതിനാൽ അപേക്ഷകരെയെല്ലാം പരീക്ഷ എഴുതുവാൻ സ്വാഭാവികമായി അനുവദിച്ചിരിക്കുകയാണ്. വിശദമായ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തുന്ന പക്ഷം അത്തരം അപേക്ഷകൾ നിരസിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ മാറ്റിവെക്കുന്ന പക്ഷം അക്കാര്യവും പുതുക്കിയ പരീക്ഷാ തീയതിയും യഥാസമയം വിവിധ മാധ്യമങ്ങൾ മുഖേനയും കമ്മീഷന്റെ വെബ്സൈറ്റായ www.keralapsc.org അറിയിക്കുന്നതാണ്. വ്യക്തിഗത അറിയിപ്പ് നൽകുന്നതല്ല. പുതിയ പരീക്ഷാ തീയതിയിൽ ഉദ്യോഗാർത്ഥികൾ ഇതേ അഡ്മിഷൻ ടിക്കറ്റ് തന്നെ ഹാജരാക്കണം.